ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ന് ചൈന. 18 ട്രില്യൺ ഡോളർ മൂല്യമുള്ള സാമ്പത്തിക വ്യവസ്ഥ. ഇന്ത്യയുടേതാകട്ടെ 3 ട്രില്യൺ ഡോളറാണ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വലിപ്പം. അതായത് ഇന്ത്യയുടെ ഏതാണ്ട് 6 ഇരട്ടി വലിപ്പമുള്ള സമ്പദ് വ്യവസ്ഥയാണ് ചൈനയുടേത്. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ആർമി സ്വന്തമായിട്ടുള്ളത് ചൈനയ്ക്കാണ്. ലോകത്തിലെ പ്രതിരോധ ബഡ്ജറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് തൊട്ടുപുറകിൽ 2ാം സ്ഥാനത്താണ് ചൈന. ഇനി അതുപോലെ ജനസംഖ്യയുടെ കാര്യം എടുത്താലും ഇന്ത്യക്ക് തൊട്ടുപുറകിൽ ചൈന ഇപ്പം 2ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 4 ദശകങ്ങളായി ചൈന നേടിയ ഇരട്ടയാക്ക വളർച്ച അമേരിക്കയെ പോലും വെല്ലുവിളിക്കാവുന്ന രീതിയിൽ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായി ചൈനയെ മാറ്റിക്കഴിഞ്ഞു. നാനാ മേഖലയിലും വലിയ പുരോഗതി കൈവരിക്കുന്ന ചൈന ലോകത്തിന് ഒരു വലിയ ഭീഷണിയാണോ അതോ നേട്ടമാണോ നൽകുന്നത് എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ബിജു നായർ. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൈനയുടെ ചരിത്രം പരിശോധിക്കലല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. എന്നിരുന്നാലും ഈ വീഡിയോ പൂർണ്ണമാകണമെങ്കിൽ കുറച്ച് ചരിത്രം അറിയണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്കും കൂടെ പോവുകയാണ്. ചൈന ഒരു കാലത്തും ഇന്ത്യയെ പോലെ പൂർണ്ണമായും ഒരു രാജ്യത്തിൻ്റെയും കോളനി അല്ലായിരുന്നു. പക്ഷേ ഹോങ്കോങ്, മക്കാവു പോലുള്ള ചില പ്രദേശങ്ങൾ കോളനികളായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഉണ്ട്. ചൈന ഏതാണ്ട് 20ാം നൂറ്റാണ്ടിൽ തുടക്കം വരെ ഭരിച്ചിരുന്നത് കിങ് രാജവംശം ആയിരുന്നു. പക്ഷേ 1911-12 കാലഘട്ടത്തിൽ ചൈനയിൽ വിപ്ലവം ഉണ്ടാവുകയാണ്. ഈ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ കിങ് രാജവംശത്തിനെ പുറത്താക്കുകയും ഈ ജനകീയ വിപ്ലവത്തിന്റെ നായകനായിരുന്ന സൺ യാത്സൻ ചൈനയുടെ പ്രസിഡന്റായി മാറുകയും ചെയ്തു. പിന്നീട് ചിയാങ് കൈഷക്കിലേക്ക് ആ ഭരണം സൺ യാത്സന്റെ മരണത്തിന് ശേഷം പോവുകയാണ്. ഇതിനിടയിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊള്ളുന്നു. വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 1921 പിന്നീട് ചൈനയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന പാർട്ടിയായി വളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം. തുടക്കകാലത്ത് ചിയാങ് കൈഷക്കിന്റെ കുമിന്താങ് പാർട്ടിയുമായി സൗഹൃദത്തിൽ മുന്നോട്ട് പോയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് അദ്ദേഹവുമായി തെറ്റുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ മാവോയുടെ നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ചൊക്കെ ചരിത്ര പ്രസിദ്ധമാണല്ലോ. ഈ ലോങ് മാർച്ചോടുകൂടി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ശക്തിയായി മാറുകയാണ്. 1945 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി ജപ്പാൻ പരാജയപ്പെടുകയും അതിനുശേഷം വീണ്ടും മാവോയുടെ നേതൃത്വത്തിൽ ചിയാങ് കൈഷക്കിനെ പുറത്താക്കാനുള്ള സിവിൽ വാർ ചൈനയിൽ ആരംഭിക്കുകയുമാണ്. 1949 ചിയാങ് കൈഷക്കിനെ പരാജയപ്പെടുത്തുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ഇന്നത്തെ ജനകീയ കമ്മ്യൂണിസ്റ്റ് ചൈന ഉണ്ടാവുകയും ചെയ്യുകയാണ്. ചിയാങ് കൈഷക് തൈവാനിലേക്ക് പലായനം ചെയ്യുകയും അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നു. ചരിത്രം ഇനിയുമേറെ പറയാനുണ്ടെങ്കിലും ചൈനയുടെ ചരിത്രത്തിന്റെ ആ ഒരു അവലോകനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരേ കാലഘട്ടത്തിൽ നിലവിൽ വന്ന 2 പരമാധികാര രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും ദാരിദ്ര്യം പോലുള്ള കാര്യങ്ങളിൽ തുല്യ ദുഃഖിതരായിരുന്നു. മാവോയുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പോലുള്ള നയങ്ങൾ ദാരിദ്ര്യം കുറയ്ക്കാൻ ഉദ്ദേശിച്ച് ഉള്ളതായിരുന്നെങ്കിലും അത് പക്ഷേ കൂടുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് മാവോയുടെ മരണം 1976 സംഭവിക്കുകയും അതിനുശേഷം ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ മറ്റൊരു ഭരണാധികാരി ഉയർന്നു വരികയും ചെയ്യണം. അദ്ദേഹത്തിന്റെ പേരാണ് ഡെങ് സിയാവോ പിങ്. അദ്ദേഹം ചൈനയുടെ ദാരിദ്ര്യം കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഫ്രീ മാർക്കറ്റ് പോളിസി അവലംബിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അവരുടെ വ്യവസ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പിന്മാറാതെ ഫ്രീ മാർക്കറ്റ് പോളിസി പുൽകുകയാണ്. ഇതാണ് ചൈനയുടെ യഥാർത്ഥ വളർച്ചയ്ക്ക് നിദാനമായ ഘടകമായി പിന്നീട് മാറിയത്. പിന്നീടുള്ള അടുത്ത 4 ദശകത്തോളം ചൈന 2 അക്ക വളർച്ച നേടുകയും ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തി രാഷ്ട്രങ്ങളുടെ നിരയിലേക്ക് അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന മാർഗദർശി തീർച്ചയായും ഡെങ് സിയാവോ പിങ് തന്നെ ആയിരുന്നു. സമസ്ത മേഖലയിലും വളർച്ച കൈവരിച്ച് മുന്നോട്ട് കുതിക്കുന്ന ചൈന ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. എന്നിരുന്നാലും ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ചൈനയുടെ വളർച്ചയെ സംശയത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. അത് ആ രാജ്യത്തെ ജനാധിപത്യമില്ലായ്മ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു സമീപനം, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ചൈനയെ സംശയത്തോടു കൂടി ലോകം വീക്ഷിക്കാനുള്ള പൊതുവായ കാരണങ്ങൾ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന വൻ ശക്തി രാജ്യമായതിനാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
ഒരുപാട് ചൈനയെ വിശ്വസിച്ച സോഷ്യലിസ്റ്റായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ചൈനയുമായി സഹവർത്തിത്വത്തിൽ ഊന്നിയ ഒരു നയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചതും നെഹ്റു ആയിരുന്നു. പക്ഷേ 1962 ചൈന ഇന്ത്യയുടെ വിശ്വാസത്തെ കെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്നതും ഇന്ത്യയെ ആ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതും ഇന്ത്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ ചൈന ടിബറ്റിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. പക്ഷേ ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ, ടിബറ്റിൽ ബുദ്ധമതക്കാരാണ് പൊതുവെ ഉള്ളത്, അവരുടെ ആത്മീയ ആചാര്യനായ ദലൈ ലാമ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക്, അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ 1959 ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയാണ്. ആ പലായന വേളയിൽ ഇന്ത്യ അദ്ദേഹത്തിന് അഭയം നൽകുകയും ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കേന്ദ്രമാക്കി പ്രവർത്തിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് കൊടുക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ചൈന ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ട്രിഗറായി പ്രവർത്തിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒരു രീതിയിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യം ആയിരുന്നില്ല. പിന്നീട് നിയന്ത്രണ രേഖയിൽ ചൈന സ്ഥിരമായി ഇന്ത്യക്ക് തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന മക്മോഹൻ ലൈനെ ചൈന ഒരു രീതിയിലും അംഗീകരിച്ചിരുന്നില്ല. 2020 കോവിഡ് കാലഘട്ടത്തിൽ ലഡാക്കിലെ ഗാൽവൻ മേഖലയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളങ്ങൾ തങ്ങളിലുണ്ടായ പ്രശ്നത്തിൽ രണ്ട് സൈഡിലും ആൾനാശമുണ്ടായ വാർത്തകളും നമ്മൾ പിന്നീട് വാർത്താമാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതാണ്. അവിടെയും തീരുന്നില്ല ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇന്ത്യക്ക് എപ്പോഴും ഒരു ശത്രുവിനെ സൃഷ്ടിച്ച് എതിർപാളയത്തിൽ നിർത്താൻ വേണ്ടി പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിന് അവർ സ്ഥിരമായി ഉപയോഗിക്കുകയും ഇന്ത്യക്കെതിരെ പ്രോക്സി യുദ്ധം നടത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ പരീക്ഷിച്ച ആറ്റം ബോംബുകൾ പോലും ചൈന പാകിസ്ഥാന് സമ്മാനമായി നൽകിയതാണെന്നാണ് പൊതുവെ ലോകം കരുതി പോരുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് മുംബൈ ഭീകരാക്രമണം. അതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനികളായിട്ടുള്ള തീവ്രവാദികളെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്ന് UN-ന്റെ കീഴിൽ അന്താരാഷ്ട്ര കുറ്റവാളികളായി, അന്താരാഷ്ട്ര ഭീകരന്മാരായി പ്രഖ്യാപിക്കാൻ ഇന്ത്യയും അമേരിക്കയും UN-ൽ ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഓരോ ശ്രമത്തെയും ചൈന അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ച് പരാജയപ്പെടുത്തുന്നത് പലതവണ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ആഗോള ഭീകരതയ്ക്ക് പരോക്ഷമായി സപ്പോർട്ട് നൽകുന്ന സമീപനവും പലപ്പോഴും ചൈന കാണിക്കാറുണ്ട്. ഒപ്പം തന്നെ ലോകത്തിലെ തെമ്മാടി രാഷ്ട്രം എന്ന് US പേരിട്ട് വിളിക്കുന്ന നോർത്ത് കൊറിയയുടെ മിസൈൽ, ന്യൂക്ലിയർ പദ്ധതികളുടെ പുറകിൽ ചൈനയുടെ അദൃശ്യകരങ്ങൾ ഉണ്ട് എന്നും ലോകം പൊതുവെ വിശ്വസിക്കുന്നു. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം എപ്പോഴും നിലകൊള്ളുന്ന രാജ്യങ്ങളും ഒപ്പം പുരോഗതിയുടെ പാതയിൽ എപ്പോഴും ഇന്ത്യ കൈചേർത്ത് പിടിക്കുന്ന രാജ്യങ്ങളുമായ ശ്രീലങ്ക, മാലിദ്വീപ്, നേപ്പാൾ പോലുള്ള രാജ്യങ്ങളെ ആളും അർത്ഥവും നൽകി ഇന്ത്യക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നതും ചൈനയാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്ത് നയതന്ത്രത്തിന്റെ പേരിലായാലും ചൈന ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു രാജ്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായ യാഥാർത്ഥ്യം. ഇനി ചൈനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ മൂന്നാമത്തെ ഭരണാധികാരിയാണ്. ആദ്യത്തെ രണ്ടുപേരുടെ പേരുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാവോയും ഡെങ് സിയാവോപിങ്ങും. ഈ ഷീ ജിൻപിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് BRI അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. ഇത് എന്താണെന്ന് ഈ വീഡിയോയുടെ വരും ഭാഗങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പായി മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഒരു ഭാഗമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന മേഖല വഴിയാണ്. ഈ മേഖല ഇന്ത്യയുടെ സ്വന്തമാണെന്നാണ് ഇന്ത്യയുടെ അവകാശം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഒരു വിദേശ രാഷ്ട്ര പ്രതിനിധി കടക്കുന്നത് പോലും ഇന്ത്യ പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ പോയത് ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. അത്തരം ഒരു സമീപനം ഇന്ത്യ സ്വീകരിക്കുമ്പോഴാണ് ചൈന അവരുടെ ഒരു വലിയ അന്താരാഷ്ട്ര പ്രോജക്റ്റ് ഈ പറഞ്ഞ തർക്ക പ്രദേശത്ത് കൂടി കടത്തിക്കൊണ്ട് പോകുന്നത്. പൊതുവെ ലോകരാജ്യങ്ങൾ അത്തരത്തിൽ ചെയ്യാറില്ല. ഇതിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ ജോയിൻ ചെയ്തെങ്കിലും ഇന്ത്യ അതിന്റെ ഭാഗമാകാതിരുന്നത്. ഒറ്റയ്ക്ക് നിന്നാൽ ഇന്ത്യയുടെ മുന്നിൽ നടുനിവർത്തി നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത പാകിസ്ഥാനെ അതിനുള്ള ശക്തി പകർന്നു നൽകി ഇന്ത്യക്ക് എന്നും ഒരു തലവേദനയെ നിർത്തുക എന്നുള്ളത് ചൈനയുടെ ഒരു തന്ത്രമാണ്. ഒപ്പം തന്നെ
ഇന്ത്യയുടെ അതിർത്തി മേഖലയിലുള്ള അരുണാചൽ പ്രദേശ്, ലഡാക്കിലെ ചില ഭാഗങ്ങൾ എന്നിവ ചൈനയുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മാപ്പുകൾ നിർമ്മിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക എന്നും ചൈന പുലർത്തുന്ന മറ്റൊരു നയവും തന്ത്രവും കൂടിയാണ്. ഇനി സ്വന്തം രാജ്യത്തെ ജനങ്ങളോടും അയൽ ഭൂപ്രദേശങ്ങളോടും ഉള്ള ചൈനയുടെ സമീപനം എന്താണെന്ന് നമുക്ക് നോക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് യാതൊരു വിലയും നൽകാത്ത ചൈന ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളെയും അതിക്രൂരമായി അടിച്ചമർത്തും. 1989 ജനാധിപത്യം വേണമെന്ന ആവശ്യവുമായി ടിയാനൻമെൻ സ്ക്വയർ എന്ന ചൈനയിലെ പ്രദേശത്ത് തടിച്ചുകൂടി പ്രക്ഷോഭം സൃഷ്ടിച്ച യുവാക്കളെ അതിക്രൂരമായി ചൈനയുടെ പട്ടാളം കൊലപ്പെടുത്തിയത് ലോകം അവിശ്വസനീയതയോടുകൂടിയാണ് നോക്കി നിന്നത്. എന്ന് മാത്രമല്ല, പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഒരു അനുസ്മരണ ചടങ്ങ് പോലും ആ കുട്ടികളുടെ പേരിൽ നടത്താൻ അവരുടെ മാതാപിതാക്കളെ പോലും അനുവദിച്ച ചരിത്രവും ചൈനയ്ക്ക് ഇല്ല. ഒപ്പം ചൈനയിലെ സിൻജിയാങ് എന്ന പ്രവിശ്യയിൽ യൂഗർ മുസ്ലിംസ് എന്ന സമൂഹത്തോടു കൂടി നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ എപ്പോഴും വരുന്നുണ്ട് എങ്കിലും ചൈന അത് മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. പിന്നീട് അവിടുത്തെ ഗൂഗിൾ, ട്വിറ്റർ പോലുള്ള സമൂഹ മാധ്യമങ്ങളും മറ്റ് സെർച്ച് എഞ്ചിനും എല്ലാം ചൈനയിൽ നിരോധിതമാണ് എന്നറിയുമ്പോൾ തന്നെ വികസനത്തിന്റെ വേലിയേറ്റത്തിലും ചൈനയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം മുട്ടൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി മറ്റൊന്നുകൂടി, 1997 ഹോങ്കോങ് ചൈനയ്ക്ക് കൈമാറുകയാണ് ബ്രിട്ടൻ. പക്ഷെ അന്ന് ബ്രിട്ടൻ ചൈനയോട് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതായത്, നിങ്ങളുടെ ഭരണ സംവിധാനം ഇവിടെ നടപ്പാക്കരുത്, പകരം ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനമായിരിക്കണം ഹോങ്കോങ്ങിൽ വേണ്ടതെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇതിന് ചൈന അംഗീകാരം കൊടുക്കുകയും അവർ തങ്ങളിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയും ചെയ്തു. തുടക്ക കാലഘട്ടത്തിൽ ചൈന അത് അതേപോലെ തന്നെ പാലിച്ചു. പക്ഷേ ഏതാണ്ട് 2020 കാലഘട്ടമൊക്കെ ആയപ്പോൾ ചൈനയിലെ ഭരണാധികാരികൾ ഹോങ്കോങ്ങിലെ ജനാധിപത്യം പതുക്കെ പിൻവലിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ പതിയെ കവർന്നെടുക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഹോങ്കോങ്ങിലെ ജനങ്ങൾ വലിയ പ്രക്ഷോഭവുമായി തെരുവുകളിൽ ഇറങ്ങിയെങ്കിലും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ചൈന അതിനെ നേരിടുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. ഒപ്പം തന്നെ ചൈന പിടിച്ചെടുത്ത മറ്റൊരു പ്രദേശമായ ടിബറ്റിലെ ജനങ്ങളോടും അവിടുത്തെ ആത്മീയാചാര്യനായ ദലൈലാമയോടും കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും നമ്മൾ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആണ്. ഇനി ചൈന 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആകുന്ന സമയത്ത് ചിയാങ് കൈഷക് തൈവാനിലേക്ക് പലായനം ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ തൈവാനെ ചൈനയുടെ വൺ ചൈന പോളിസിയുടെ ഭാഗമായി കൂടെ ചേർക്കുക എന്നുള്ളത് ചൈനയുടെ എല്ലാ കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റായ ഷീ ജിൻപിങ് തൈവാനെ യുദ്ധത്തിൽ കൂടെ ആണെങ്കിൽ പോലും വേണ്ടില്ല, കൂടെ കൂട്ടിച്ചേർക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ജനാധിപത്യം പുലർന്ന തൈവാൻ ഒരു രീതിയിലും ചൈനയോട് കൂടെ ചേരാൻ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. ഇനി ദക്ഷിണ ചൈന കടൽ ഏതാണ്ട് പൂർണ്ണമായും തങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് ദക്ഷിണ പൂർവ്വ ഏഷ്യയിലെ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുക ചൈനയുടെ മറ്റൊരു തന്ത്രമാണ്. ആസിയാൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഫിലിപ്പൈൻസ് ഇപ്പോൾ ചൈനയുമായി വലിയ സംഘർഷത്തിലാണ്. ഫിലിപ്പൈൻസിന്റെ ദക്ഷിണ ചൈന കടലിലെ ചില പ്രദേശങ്ങളിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഫിലിപ്പൈൻസും US ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്ന വരെ എത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലോകത്തിലെ കപ്പൽ ഗതാഗതത്തിന്റെ ഏറിയ പങ്കും കടന്നു പോകുന്ന, ഒപ്പം സമുദ്ര സമ്പത്ത് ഏറെയുള്ള, പെട്രോളിയം ഗ്യാസ് നിക്ഷേപങ്ങൾ ഒരുപാട് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന, തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഒത്തിരിയുള്ള ദക്ഷിണ ചൈന കടൽ ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചാണെങ്കിലും പൂർണ്ണമായും വരുതിയിലാക്കുക എന്നുള്ളത് ചൈനയുടെ ലക്ഷ്യമാണ്. അത്തരത്തിൽ വരുതിയിലാക്കി കഴിഞ്ഞാൽ ചൈനയുടെ വാണിജ്യ താല്പര്യങ്ങളും ഒപ്പം തന്ത്രപരമായ താല്പര്യങ്ങളും സംരക്ഷിച്ച് അവരുടെ വൻശക്തി രാഷ്ട്രം എന്നുള്ള പദവി കൂടുതൽ ശക്തിമത്താക്കാൻ കഴിയുമെന്നും അവർ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ കൂടിയും ഈ പ്രദേശം പൂർണ്ണമായും സ്വന്തമാക്കുക എന്നുള്ളത് ചൈനയുടെ ലക്ഷ്യം തന്നെയാണ്. ഇനി കൂടുതൽ വിശാലമായ ഇൻഡോ പസഫിക് മേഖലയിലേക്ക് വരുമ്പോൾ അവിടെയും ചൈനയുടെ ഭീഷണികൾ ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജ്യമായ USA ഇൻഡോ പസഫിക് മേഖലയിൽ ക്വാഡ് എന്ന ഒരു സഖ്യം രൂപവൽക്കരിക്കുന്നതും ഇന്ത്യ പോലുള്ള ഒരു ശക്തിമത്തായ രാഷ്ട്രത്തെ കൂടെ കൂട്ടുന്നതും ചൈനയ്ക്ക് ശക്തമായ ഒരു വെല്ലുവിളി കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും ആയ ഘടകവും. അതായത് ചൈനയുടെ വളർച്ച സകല അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് എന്ന് ഇത്തരം വസ്തുതകൾ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ചൈനയുടെ വികസന കുതിപ്പിന് കുറച്ചുകാലം ഊർജം പകർന്നു നൽകിയ ചൈനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ഷീ ജിൻപിങ്ങിന്റെ പെറ്റ് പ്രോജക്റ്റായ BRI ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പഴയ കാലഘട്ടത്തിലെ സിൽക്ക് റോഡ്
കരമാർഗവും കടൽ മാർഗവും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുള്ള ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നത്. ഇതിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങൾ പങ്കുചേർന്നിരിക്കുന്നു. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി അടിസ്ഥാന മേഖലയിൽ വലിയ പ്രോജക്റ്റുകൾ പങ്കാളി രാജ്യങ്ങളിൽ ചൈന നിർമ്മിച്ചു കൊടുക്കുന്നു. ഇതിനുള്ള ഫണ്ടിങ്ങും ചൈന തന്നെയാണ് നൽകുന്നത്. പക്ഷേ പലപ്പോഴും ചൈനയുടെ ഈ ഫണ്ടിങ് കടന്നു വരുന്നത് വലിയ പലിശയോട് കൂടിയാണെന്നുള്ള കാര്യം പങ്കാളി രാജ്യങ്ങൾ മറക്കുന്നിടത്ത് തുടങ്ങുന്നു അവരുടെ പരാജയം. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ പ്രോജക്റ്റുകൾ പലതും സാമ്പത്തികമായി നിലനിൽക്കാത്ത പ്രോജക്റ്റുകളായിരിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ശ്രീലങ്കയിൽ ഹമ്പൻടോട്ട എന്ന ഒരു തുറമുഖവും മറ്റാല എന്ന ഒരു എയർപോർട്ടും ഈ പദ്ധതിയുടെ ഭാഗമായി ചൈന നിർമ്മിച്ചു നൽകി. പക്ഷേ ഈ രണ്ട് പദ്ധതികളും വൻ നഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്ക് ഈ പണം ചൈനയ്ക്ക് കൊടുക്കാനുള്ളത് തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ ഉണ്ടായ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ ചൈനയുടെ കടമാണ്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് പാകിസ്ഥാനും BRIയിൽ പങ്കെടുക്കുന്ന മറ്റ് പല രാജ്യങ്ങളും. അതായത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന മിക്ക രാജ്യങ്ങളും ചൈനയുടെ കടം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. ഇതിന് ചൈനീസ് ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ ചൈനീസ് കടക്കെണി എന്നാണ് ലോകം വിളിക്കുന്നത്. ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈയിടെ ചൈനയുടെ ഈ സ്വപ്ന പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഏതൊരു രാജ്യവും ഇന്നത്തെ ലോകത്തിൽ വികസന കുതിപ്പ് നേടുമ്പോൾ അതിന്റെ പ്രയോജനം മറ്റുള്ള രാജ്യങ്ങൾക്കും ലഭിക്കും. അതിന്റെ കാരണം ഈ ലോകം ഇന്ന് ആഗോളവൽകൃത ലോകം അല്ലെങ്കിൽ ഗ്ലോബലൈസ്ഡ് വേൾഡാണ്. തീർച്ചയായും ചൈനയുടെ ഈ വികസനവും അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും മുതൽക്കൂട്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവരുടെ കുതന്ത്രങ്ങൾ, അവരുടെ അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവജ്ഞ, ജനാധിപത്യത്തോടും മനുഷ്യാവകാശങ്ങളോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മ, ഒപ്പം ഭീകരവാദ രാജ്യങ്ങളെ പരോക്ഷമായി സഹായിക്കുന്ന നിലപാടുകൾ എന്നിവ കൊണ്ടാണ് ചൈനയുടെ വികസനവും ചൈനയുടെ മുന്നേറ്റവും ലോകത്തിന് ഭീഷണിയായി മാറുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു തരത്തിൽ ചൈനയുടെ വളർച്ച ഇന്ത്യക്കും ഭീഷണിയാണെങ്കിലും ഇന്ത്യക്ക് ആശ്വസിക്കാവുന്ന മറ്റൊരു ഘടകം ഉണ്ട്. ചൈനയുടെ അതേ മാതൃകയിൽ ഇന്ത്യ വളർച്ചയുടെ പാതയിൽ ആണ്. ഈ രീതിയിൽ ഇന്ത്യ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോയാൽ 2028 ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. ഒപ്പം തന്നെ 7.5% കൂടുതൽ വളർച്ചയുമായി ഇന്ത്യക്ക് 2047 വരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ ഒന്നായി മാറും എന്ന് എല്ലാ സാമ്പത്തിക വിദഗ്ധരും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ജനസംഖ്യയിലും വലിപ്പത്തിലും സൈനിക ശക്തിയിലും ഒക്കെ ഒട്ടും പിന്നോക്കമല്ലാത്ത ഇന്ത്യയെ ഒരു യുദ്ധം വഴി തോൽപ്പിക്കാനും ചൈന ശ്രമിക്കാനും സാധ്യതയില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ലോകത്തിലെ മറ്റ് വൻശക്തി രാഷ്ട്രങ്ങൾ ഇന്ത്യ പസഫിക് മേഖലയിൽ ചൈനയുടെ ഏറ്റവും വലിയ എതിരാളിയായി ഇന്ത്യയെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത്. ഇത് നയതന്ത്ര മേഖലയിൽ ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ വളർച്ചയെ ഒരു ഭീഷണിയായി ലോകം കാണുമ്പോഴും ജനാധിപത്യ ഇന്ത്യയുടെ വളർച്ചയെ ലോകം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് വീക്ഷിക്കുന്നത്.